ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ നിന്നുള്ള ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വാക്യം ധ്യാനിക്കാം. അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിയുക, അങ്ങനെ നിങ്ങളുടെ പാപങ്ങൾ തുടച്ചു നീക്കപ്പെടും. ഈ വചനം എങ്ങനെ പ്രത്യാശയും രോഗശാന്തിയും പുതുമയും നൽകുന്നുവെന്ന് ധ്യാനിക്കാം. എന്താണ് മാനസാന്തരപ്പെടുക എന്നതിൻ്റെ അർത്ഥം? പശ്ചാത്താപം എന്നത് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് വിഷമം തോന്നുന്നത് മാത്രമല്ല, നമുക്ക് തെറ്റിപ്പോയ വഴികൾ തിരിച്ചറിയുന്നതും പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങുന്നതുമാണ്. അത് ഒരു യു-ടേൺ പോലെയാണെന്ന് ചിന്തിക്കുക. തെറ്റായ വഴി പശ്ചാത്താപം, നിർത്തുക, തിരിയുക, ശരിയായ പാത പിന്തുടരുക എന്നതാണ്. മാനസാന്തരം എന്നത് ദൈവത്തിലേക്കുള്ള മടക്കമാണ്. നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ എനിക്ക് നിന്നെ വേണം, എനിക്കിത് സ്വന്തമായി ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ ദൈവത്തോട് പറയുന്നു. അവിടെയാണ് അവൻ്റെ ക്ഷമയുടെ ആഴം തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത്. ഒരു പുതിയ തുടക്കത്തിനായി ദൈവത്തിലേക്ക് തിരിയുക. നാം ദൈവത്തിലേക്ക് തിരിയുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 19-ാം വാക്യം അവിശ്വസനീയമായ ചിലത് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ പാപങ്ങൾ തുടച്ചു നീക്കപ്പെടുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ റീസെറ്റ് ബട്ടൺ അമർത്തുന്നത് പോലെയാണ്. നിങ്ങൾ എത്രത്തോളം വീണുപോയെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ദൈവത്തിൻ്റെ കൃപ ഏതൊരു തെറ്റിനേക്കാളും വലുതാണ്. ദൈവം വെറുതെ ക്ഷമിക്കുകയല്ല, മറിച്ച് അവൻ നമ്മുടെ പാപത്തിൻ്റെ ഭാരം പൂർണ്ണമായും മായ്ച്ചു കളയുന്നു. നമുക്ക് ശുദ്ധമായ ഒരു മനസ്സും ഒരു പുതിയ തുടക്കവും നൽകുന്നു. ഈ വാഗ്ദാനം നമുക്ക് എങ്ങനെ സ്വീകരിക്കാം? അപ്പോൾ നമുക്ക് ഈ വാക്യം എങ്ങനെ ജീവിക്കാനാകും? ഇവിടെ 3 ലളിതമായ ഘട്ടങ്ങളാണ് ഉള്ളത്. നിങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കുകയും അവയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുക. പ്രാർത്ഥനയിൽ ദൈവത്തിലേക്ക് തിരിയുക, ക്ഷമ ചോദിക്കുക, നിങ്ങളുടേതിനേക്കാൾ ദൈവത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുത്ത് ഒരു പുതിയ ദിശയിലേക്ക് നടക്കുക. അംഗീകരിക്കുക, തിരിയുക, നടക്കുക. മാനസാന്തരം ഒറ്റ തവണയുള്ള ഒരു കാര്യമല്ല. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും കൃപയും തേടാനുള്ള ദൈനംദിന തീരുമാനമാണിത്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 19-ാം വാക്യം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ എവിടെയായിരുന്നാലും ദൈവസ്നേഹം നമ്മെ തിരികെ സ്വാഗതം ചെയ്യാൻ എപ്പോഴും തയ്യാറാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അനുതപിക്കുക, അവനിലേക്ക് തിരിയുക. അവൻ്റെ ക്ഷമ നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ ജീവിതത്തെയും പുതുതാക്കട്ടെ. ഈ സന്ദേശം നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുവെങ്കിൽ കൂടുതൽ വിശ്വാസം നിറഞ്ഞ ഉള്ളടക്കത്തിനായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നന്ദി.